ഹലോ, നമുക്കിന്ന് നല്ലൊരു ഓമയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയാലോ? അതിന് ഞാനിവിടെ ഒരു കുഞ്ഞ് ഓമയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. അതിനെ നമുക്ക് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ ചെത്തി ഇതേപോലെ നീളത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് നന്നായി നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ചൂടായ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഒരു സവോള നീളത്തിൽ അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ നമുക്കൊരു 3-4 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വറ്റൽമുളക് പൊടിച്ചതും കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഓമയ്ക്കയും കൂടി ചേർത്ത് നല്ലതുപോലെ ഫ്രൈ ചെയ്ത് നമുക്കെടുക്കാം. അങ്ങനെ നമ്മുടെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓമയ്ക്ക മെഴുക്ക് പുരട്ടി കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ഇത് സ്ഥിരമായിരുന്നു ഓമയ്ക്ക. ഓമയ്ക്ക നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നതല്ലേ. അപ്പം സ്ഥിരം ഓമയ്ക്ക മെഴുക്ക് പുരട്ടി ഒരു പതിവായിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ആൾക്ക് ഒരുപാട് ഇഷ്ടമായി. നമുക്ക് ഈ ഒരു ഇത്രയും മൂപ്പേ ഇതിനാകാവൂ. ഇത് ഒരുപാട് അങ്ങ് മൂപ്പിച്ചെടുക്കരുത്. ഒത്തിരി മൂത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ രുചി പോകും. ഒരു മീഡിയം പരുവത്തിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ഓമയ്ക്ക മെഴുക്ക് പുരട്ടി ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായവും പറയണേ. കൂട്ടത്തിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ.